എല്ലാം വേഗം പാക്ക് ചെയ്യ. തന്നോട് ഇനി എന്താ ലെറ്റർ അയച്ച് പറയണോ? ചെവി കേട്ടൂടെ? സ്റ്റോപ്പ് ചെയ്യാൻ. ആഹാ, ഞാനൊക്കെ വെള്ളക്കാരന്റെ കാലം തൊട്ട് ഡയറക്ടറാ, അറിയാമോ? ആഹാ, എന്റെ പേര് സഞ്ജയ് ലീല രോഹിത് ഷെട്ടി എന്നാണ്. അറിയാവോ നിങ്ങൾക്ക്? ആഹാ, ഷൂട്ടിംഗ് നടത്തണം. ഇനി ആകെ 5 മിനിറ്റത്തെ ജോലിയേ ഉള്ളൂ. ആഹാ, അതിനു മുമ്പ് സാറാ കഥയൊന്ന് പറഞ്ഞാട്ടെ, എന്നിട്ട് നമുക്ക് ഈ പടം ചെയ്യാം. ഈ സ്റ്റോറിയെ ഞാൻ സ്ക്രീനിൽ മാത്രമേ പറയൂ, നിങ്ങളോട് പറയാൻ എനിക്ക് പറ്റില്ല. ആഹാ ആഹാ, വിഷമിക്കണ്ട, ഞാൻ പറയാന്നേ. ദാ ഇവിടെ നിന്ന് നമ്മുടെ ഹീറോയിൻ പച്ചക്കറി വാങ്ങി നടന്നു വരുന്നു. അപ്പൊ ചില ഗുണ്ടകൾ അവളെ ഉപദ്രവിക്കാനായി വരും. അതേ സന്ദർഭത്തിൽ അവിടേക്ക് ഒരു സുന്ദരനായ യുവാവും വരുന്നു. അപ്പൊ ആ പയ്യൻ ഹീറോയിനെ രക്ഷിക്കും, അതല്ലേ കഥ? അല്ലല്ല, അവൻ അവിടെ നാരങ്ങ വാങ്ങാൻ വേണ്ടി വന്നതാ. അതും വാങ്ങിക്കൊണ്ട് അവൻ നേരെ പോകും. ആഹാ, ഗുണ്ട മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടെ ഒരു വലിയ വണ്ടി വന്ന് നിൽക്കുന്നു. ആ വണ്ടിയിൽ നിന്നും ഒരു സുന്ദരനായ യുവാവ് ഇറങ്ങി ആ ഹീറോയിന്റെ അടുത്തേക്ക് പോകുന്നു. വന്ന് ചോദിക്കും, ആഹാ ആഹാ, എന്താ ചോദിക്കുന്നേ? ആഹാ, ഒന്ന് നിക്കുന്നേ, ഞാൻ കഥ മറന്നു പോവും. ആ പയ്യൻ നമ്മുടെ ഹീറോയിനോട് പറയും, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നല്ലേ പറയാൻ പോകുന്നേ? ഓ അല്ല, അവൻ എന്താ പറയാൻ പോകുന്നെന്ന് വെച്ചാ, പെങ്ങളെ പച്ചക്കറിക്ക് എന്താ വില? ആഹാ ആഹാ, വിട്ടേക്ക്, ഇതിനപ്പുറം സ്റ്റോറി പറയാൻ പറ്റില്ല. നിങ്ങൾ ഉടൻ തന്നെ ഹീറോയുടെ വീട് കാണിക്കാൻ പറ്റുന്ന പോലെ ഒരു വീട് കണ്ടുപിടിക്കണം. ആഹാ, ഇനി ആകെ 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. എന്നാ വാ, നമുക്ക് പോയി നോക്കാം. നിങ്ങൾ ഈ ഭാഗത്തേക്ക് പൊക്കോ, നിങ്ങൾ ആ ഭാഗത്തേക്കും പൊക്കോ, ബാക്കിയുള്ളവരൊക്കെ എന്റെ പുറകെ വന്നോ. ആഹാ, എനിക്ക് വല്ലാത്ത ബോറടിക്കുകയാ. ജോർദാറെ വാടാ, നമുക്ക് ശക്തി പരീക്ഷിക്കാം. ശരിയെന്നാ വാ. ഇത് വല്ലാത്ത ബോറ് പരിപാടിയാ. അതിലും നല്ലത് വിശ്രമിക്കുന്നതാ. കുട്ടികളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് പുറത്തു പോവുകയാണ്. സർദാർ, നീ ഈ വീട് നന്നായിട്ട് നോക്കണേ. പിന്നെ ഈ നിൽക്കുന്ന കുറുമ്പന്മാരുടെ കാര്യവും. ഇന്ന് വല്ല വികൃതി ഒപ്പിച്ചാൽ തിരിച്ചു വരുമ്പോ നല്ല ശിക്ഷയും കിട്ടും. മര്യാദക്കിരുന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും ടൂട്ടി ഫ്രൂട്ടി ഐസ്ക്രീം വാങ്ങി തരാം. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. ബൈ കുട്ടികളെ. ബൈ മാഡം. നോക്ക്, മാഡം പറഞ്ഞതൊക്കെ നിങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ? ഇന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. ഓക്കെ? ആ, ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. വല്ലാതെ ബോറടിക്കുന്നു. ടൈം പാസിന് ഒന്നും തന്നെ ഇല്ല. അത് ചിലപ്പോ ടൈം മര്യാദക്ക് പഠിച്ചു കാണില്ല, അതുകൊണ്ടായിരിക്കും പാസ്സാവാത്തത്. പക്ഷെ 10th വേഗം പാസ്സായിക്കോളും. അതേതാ ആ സ്ഥലം? കാരണം 10 എപ്പോഴും കുത്തിയിരുന്ന് പഠിക്കാറുണ്ട്. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാനെന്താ മണ്ടത്തരം പറഞ്ഞ പോലെയാ. ഓക്കെ ഓക്കെ, സോറി. നിങ്ങൾക്ക് ഇപ്പൊ ടൈം പാസിന് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി പാമ്പും കോണി എടുത്തിട്ട് വരാം ഇങ്ങോട്ട്. ആ, അതേതായാലും കൊള്ളാം. വേഗം പോ. അല്ല, ഇവനെന്തിനാ ഇപ്പൊ പുറത്തോട്ട് പോയത്? ദാ പിടിച്ച പാമ്പ്. കോണി സിനിമയുടെ സീഡിയുണ്ട്, കളിച്ചോ. ഇട കഴുതേ, എന്തുവാടാ ഇതൊക്കെ? അതിനെ വലിച്ചെറിയ്. വലിച്ചെറിഞ്ഞു. ശരിക്കും കഴുതകൾ തന്നെ. പാമ്പിന്റെ പടം കാണാൻ വേണ്ടി ഒറിജിനൽ പാമ്പിനെ സീഡി എടുത്തോണ്ട് വന്നിരിക്കുക. ഇവിടെ നിന്നാ എന്റെ കഥ കഴിയും. വേഗം രക്ഷപ്പെടാം. ആഹാ, കിട്ടിപ്പോയി. ആഹാ, വട വണ്ടി നിർത്ത്. എടാ, വണ്ടി നിർത്താൻ. ആഹാ, പെർഫെക്റ്റ്. ഇതുപോലുള്ള ഒരു വീടാണ് എനിക്ക് വേണ്ടത്. ആഹാ, എന്താ സാർ വേണ്ടത്? ഞാൻ വെള്ളക്കാരുടെ കാലം തൊട്ടേ ഉള്ള ഒരു വലിയ ഡയറക്ടറാണ്. എന്റെ പേരാണ് സഞ്ജയ് ലീല രോഹിത് ഷെട്ടി. ആഹാ, ഞങ്ങളുടെ ഈ പടം ഷൂട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ വീട് ഞങ്ങൾക്കൊന്ന് വേണം. വെറും 5 മിനിറ്റത്തെ ഷൂട്ടിങ്ങേ ഉള്ളൂ. ഫിലിം ഷൂട്ടിങ്ങോ? മാഡം പറഞ്ഞതല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അവര് പറഞ്ഞിട്ടില്ലേ, ആകെ 5 മിനിറ്റത്തെ ജോലിയേ ഉള്ളൂ.
ഒരു 5 മിനിറ്റത്തെ ഷൂട്ടിംഗ് മാത്രമേ ബാക്കിയുള്ളൂ. ദയവായി മനസ്സിലാക്കൂ അത്. എങ്കിൽ ഷൂട്ട് ചെയ്തോട്ടെ സോർദാറെ, പ്ലീസ്. ജോർദാറെ, ഷൂട്ടിംഗ് കണ്ടിട്ട് ഒരുപാട് നാളായി. ശരിയെന്നാ, എന്നാൽ പെട്ടെന്ന് തീർക്കണം കേട്ടോ. ആഹാ, തീർത്തു തരാം. വേഗം ടീമിനെ വിളിക്ക്. ആഹാ, നമ്മുടെ ടീമിനെയും കൊണ്ട് വേഗം ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വന്നേക്ക്. അഡ്രസ് 5 മിനിറ്റത്തെ ജോലിക്ക് വേണ്ടി ഇത്രയും പേരോ? ഹീറോ വന്നാട്ടെ. ആഹാ, ആഹാ, എല്ലാവരും വേഗം ഇൻട്രൊഡക്ഷൻ കൊടുക്ക. മിസ് പീസ് ഹീറോ. ഞാനാണ് ഈ പടത്തിന്റെ ഹീറോ. ഹലോ ടു ഓൾ ഫാൻസ്. സീൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പോൾ ചില ഗുണ്ടകൾ വന്ന് നിങ്ങളെ ആക്രമിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ഗുണ്ടകളെ തിരിച്ചടിക്കുമല്ലേ? അല്ല, ഗുണ്ടകൾ വന്ന് ഹീറോയെ ഇടിക്കും. ആഹാ, കിച്ച് മച്ച് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഡയറക്ടർ സാർ, ഇത് എന്ത് സീനാണ്? ശരി, എല്ലാവരും പോയി സീനിന് വേണ്ടി റെഡിയാവ്. ആഹാ, ഇവരെല്ലാം ഇവിടെ നിന്ന് മാറ്റ്. വേഗമാകട്ടെ. ഡയറക്ടർ സാറേ, അപ്പൊ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങിയാലോ? ഇയാളെ ഇവിടുന്ന് വേഗം മാറ്റ്. ആഹാ, അയ്യോ, ദാ ഇതൊക്കെ ഇവിടുന്ന് മാറ്റിക്കോ. ആഹാ, ദാ ഇതും കൂടി ഇവിടെ എടുത്ത് മാറ്റിക്കോ. ആഹാ, ദാ ഇത് ഇവിടെ വേണമെന്നില്ല. ആഹാ, എടാ, അത് താഴേക്ക് വീഴും. ഇതിപ്പോ ഞാൻ എന്റെ വീട്ടിൽ തന്നെ അകപ്പെട്ടു പോയൊരു ഫീലിംഗാ വന്നോണ്ടിരിക്കുന്നേ. അയ്യോ, എന്റെ അമ്മച്ചി. എന്താണോ തനിക്ക് കണ്ണ് കണ്ടൂടെ? ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്ന കണ്ടില്ലേ? ഓൾറെഡി ഫീൽഡ് ക്ലിയർ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. ഇനി ഇത് എത്ര സമയം ഉണ്ടാവോ എന്തോ? സമയവും ജീവനും ഒരുപോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് വെറുതെ വേസ്റ്റ് ആക്കാൻ നോക്കരുത്. അയ്യോ, ഇപ്പൊ ഒരുപാട് സമയം വൈകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവരെ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. എന്റെ ദേഹത്തെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. നിന്നെ കൊണ്ട് ഞങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ആണോ? എന്നാ പിന്നെ ദാ ഇത് പിടിച്ചോ. And cut. Nice shot. കൊച്ചളിയ, ഇവർ 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വർക്ക് തീരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇവരോട് സംസാരിക്കേണ്ടി വരും നമുക്ക്. കൈ പൊക്കി കഴിഞ്ഞാൽ നടക്കുന്നല്ല അടി, കാല് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ നടക്കും നല്ല ഡാൻസ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോ 5 മണിക്കൂറായി. സംശയമുണ്ടോ? അയ്യോ, എഴുന്നേക്ക്. ഈ ഷൂട്ടിംഗ് ഞാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആ? നിങ്ങൾ 5 മിനിറ്റത്തെ ജോലി ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്? ദേ നോക്കിയേ, ഇപ്പൊ വൈകുന്നേരം ആയി. 5 മിനിറ്റ് എന്ന് പറഞ്ഞ ഈ പടത്തിന്റെ പേരാണ്. അതെ, 5 മിനിറ്റ് എന്ന് പറഞ്ഞത് പടത്തിന്റെ പേരാണ്. ഈ 5 മിനിറ്റ് എന്ന പടത്തിലെ ഇനി ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. എന്റെ അമ്മച്ചി, ഇത്രയും വലിയ ചതിയോ? ഇതപ്പോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഈ 5 മിനിറ്റ് എന്നുള്ള പടത്തില് ഒരു ദിവസം മുഴുവൻ ചെയ്യാനുള്ള ജോലി ഉണ്ടെന്ന്. ഇത് 2 ദിവസം കൊണ്ട് തീരുള്ളെന്നാ എനിക്ക് തോന്നുന്നത്. സോറി. ഹലോ, ഇല്ല. എന്താ എന്ത് പറ്റി ജോർദാറെ? എടാ, അല്പസമയത്തിൽ മാഡം വരാൻ പോവുകയാണ്. അത് ശരി, മേഡം വരാറായല്ലേ? മേഡം വരാറായിരുന്നു. എടോ, വേഗം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്ക്. മതി നിർത്താൻ നോക്ക്. കുറെ നേരായി ഷൂട്ട് ചെയ്യുന്നു. എല്ലാം വേഗം പാക്ക് ചെയ്യ. തന്നോട് ഇനി എന്താ ലെറ്റർ അയച്ച് പറയണോ? ചെവി കേട്ടുകൂടെ? സ്റ്റോപ്പ് ചെയ്യാൻ. ഹലോ മേഡം. ഹായ് കുട്ടികളെ, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, ഈ വീടെന്താ ഇങ്ങനെ?
നമ്മുടെ വീട്ടിലെന്താ ഷൂട്ടിംഗ് നടക്കുവാണോ? നിങ്ങൾ എന്താ പറയാതിരുന്നത്? എനിക്ക് ഷൂട്ടിംഗ് എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? ഓ wow. അപ്പോ ഷൂട്ടിംഗ് ടീമൊക്കെ എവിടെ പോയി? കാണാൻ എന്താ ഭംഗി. നിങ്ങളുടെ ലൈഫ് മാറും. ഞാൻ വെള്ളക്കാരുടെ കാലം തൊട്ട് ഡയറക്ടറാണ്. എന്റെ പേര് സഞ്ജയ് ലീല രോഹിത് ഷെട്ടി. മനസ്സിലായോ? ആഹാ. ഓ ഹായ് ഡയറക്ടർ സർ, എന്റെ പേര് കാട്കർ, ഓണർ ഓഫ് ദിസ് ഹൗസ്. എന്റെ അടുത്ത പടത്തിന് പറ്റിയ ഹീറോയിനെ ദാ ഈ നിമിഷം എനിക്ക് കിട്ടിയിരിക്കുന്നു. ബാക്കിയുള്ള ഷൂട്ടിംഗ് എല്ലാം വേറെ ലൊക്കേഷനിൽ മതി. പാക്കപ്പ്. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ആഹാ. എന്റെ കുട്ടികളെ, നിങ്ങൾ എനിക്ക് വലിയ സർപ്രൈസ് തന്നത്. ഓഹോ Thank താങ്ക് you. യു. ഐ ലവ് യു എന്റെ ചക്കര കുട്ടികളെ. ഓഹോ Thank you, മാഡം. ആ ഷൂട്ടിംഗ് കണ്ടിട്ട് മാഡത്തിന് ദേഷ്യം വരുമെന്ന് വിചാരിച്ചേ. പക്ഷേ മൊത്തത്തിൽ കഥ ഇവിടെ തലകീഴായി. ഇവിടെ കഥ തന്നെ മാറി. ആ ഡയറക്ടറിനാണെങ്കിൽ ഹീറോയിനും കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഴുതെന്ന് മാറി പൂച്ചയാകാൻ പറ്റും.